ഹലോ ഗൈസ്, നമ്മളങ്ങനെ വർഷത്തിലെ ഏറ്റവും ചൂടുള്ള മാസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അതായത് മീനമാസം. മലയാള മാസമാണ് കേട്ടോ പറയണത്. മലയാള മാസങ്ങളിൽ മീനമാസവും മേടമാസവുമാണ് ഏറ്റവും അധികം ചൂട് വരാറുള്ള മാസങ്ങൾ. അതായത് നമ്മുടെ മാർച്ച്, ഏപ്രിൽ, മെയ് ഈ 3 ഇംഗ്ലീഷ് മാസങ്ങളായിട്ട് ചേർത്ത് വെക്കാവുന്ന മാസങ്ങളാണ്. ഈ മാസങ്ങളാണ് ശരിക്കും ഗ്രീഷ്മ ഋതു അതിൻ്റെ ഏറ്റവും തീക്ഷ്ണമായ ഭാവത്തിലേക്ക് എത്തുക. ചൂടിനെ ടാക്കിൾ ചെയ്യാനായിട്ട് പല കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വെള്ളം നന്നായി കുടിക്കുക. ഡീഹൈഡ്രേഷൻ ഉണ്ടാവാൻ സാധ്യതയുള്ള സമയങ്ങളാണ്. മിനിമം ഒരു 2-3 ലിറ്റർ വെള്ളം ഡെയിലി കുടിച്ചിരിക്കണം. പറ്റുകയാണെങ്കിൽ വാട്ടർമെലൺ കഴിക്കുക. തണ്ണിമത്തൻ വളരെ ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്. അത് നമ്മൾ കഴിക്കും തോറും നമുക്ക് എനർജിയും ഉണ്ടാവും, ഹൈഡ്രേറ്റഡും ആയിരിക്കും. ആ ഒരു ചൂടിനെ ടാക്കിൾ ചെയ്യാൻ ഏറ്റവും നല്ലൊരു കാര്യമാണ്. ശരീരം നന്നായി തണുക്കും. ആ ചൂടിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ നമുക്ക് പറ്റുന്നതാണ്. അതുപോലെ ഫ്രൂട്ട്സ്, ഏത് തരത്തിലുള്ള ഫ്രൂട്ട്സും നല്ലതാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഓവർ സ്പൈസി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കുറയ്ക്കുക. ഞാൻ മുമ്പ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇപ്പം ചൂട് നല്ല ലെവലിലേക്ക് ഉയർന്നിരിക്കുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. നട്ടുച്ച നേരങ്ങളിലൊക്കെ കഴിവതും പുറത്തേക്ക് പോകുന്നത് കുറയ്ക്കുക. പുറത്ത് പോകുന്നുണ്ടെങ്കിൽ തന്നെ ഒരു കുട യൂസ് ചെയ്യുക. വലിയ നാണക്കേടും ഈഗോയും ഒന്നും വിചാരിക്കേണ്ട. കുട യൂസ് ചെയ്യാം. ആണായാലും പെണ്ണായാലും ഒക്കെ യൂസ് ചെയ്യുക. കാരണം അത് നിങ്ങളുടെ സ്കിന്നിനെ ഏറ്റവും അധികം പ്രൊട്ടക്ട് ചെയ്യാൻ സഹായിക്കുന്നതാണ്. പ്രത്യേകിച്ച് സിൽവർ കോട്ടിംഗ് ഉള്ള കുടകൾ ഉണ്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. അതായത് ഉള്ളിൽ ഒരു വൈറ്റ് ലെയർ ഉണ്ടാവും. അങ്ങനെയുള്ള കുടകളാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പ്രൊട്ടക്ഷൻ ഉണ്ടാവും. പിന്നെ പുറമേ ഉള്ള കോട്ടിങ്ങിൽ ബ്ലാക്ക് അല്ലാണ്ട് വയലറ്റ് കളറിലുള്ള കുടകൾ വാങ്ങിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് കുറച്ചുകൂടെ നല്ലതായിരിക്കും. കാരണം അൾട്രാ വയലറ്റിനെ അത് അല്ലെങ്കിൽ വയലറ്റ് രശ്മികളെ അത് റിഫ്ലക്ട് ചെയ്ത് കളയുന്നത് കൊണ്ട് ഒരു പരിധി വരെ കുറച്ച് നമ്മൾ സേവ്ഡ് ആവും അൾട്രാ വയലറ്റിൽ നിന്ന്. അപ്പം ഈ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. പിന്നെ ബൈക്കിൽ പോകുന്നവർ കഴിവതും കംപ്ലീറ്റ്ലി കവേർഡ് ആയിട്ടുള്ള ജാക്കറ്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് പോവുക. ഈ സ്വിഗ്ഗിയിലും സൊമാറ്റോയിലും ഒക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമാട്ടോ. ഉച്ചയ്ക്കൊക്കെ ഇങ്ങനെ അവർ പോകുന്ന കാണാം. ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് പുറത്ത് പോകുമ്പോൾ. പിന്നെ ഞാനും വല്ലപ്പോഴൊക്കെ വീട്ടിൽ സ്വിഗ്ഗി ഓർഡർ ചെയ്യാറുണ്ട്. അപ്പം നമ്മൾ ഓർക്കില്ല അവരെത്രത്തോളം കഷ്ടപ്പെടുന്നു എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അവരെ കൺസിഡർ ചെയ്യുക കേട്ടോ. പറ്റുന്നവരൊക്കെ അവർക്ക് ടിപ്പ് കൊടുക്കുക. ആയുർവേദത്തിൽ പൊതുവിൽ ഋതുചര്യകളിൽ ഗ്രീഷ്മചര്യ പറഞ്ഞിട്ടുണ്ട്. അതിലങ്ങനെ കുറേ കാര്യങ്ങൾ പറയാറുണ്ട്. കുറേ മരുന്നുകളെ പറ്റി പറയാറുണ്ട്. ശരീരം തണുപ്പിക്കുന്ന രീതിയിലുള്ള ദ്രവ്യങ്ങളെ പറ്റിയിട്ടുള്ള അറിവുകളുണ്ട്. ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ തണ്ണിമത്തൻ, ഫ്രൂട്ട്സ് ഒക്കെ പോലെയുള്ള കാര്യങ്ങൾ. അതുപോലെ എരിവ്, ഉപ്പിന്റെ ഉപയോഗമൊക്കെ നന്നായി കുറയ്ക്കുക. വല്ലാണ്ട് പ്രോസസ്ഡ് ആയിട്ടുള്ള വറവ് സാധനങ്ങളൊക്കെ കുറയ്ക്കുക. എണ്ണയുടെ ഉപയോഗം കുറയ്ക്കുക. ദഹിക്കാൻ എളുപ്പമുള്ള ഭക്ഷണം കഴിക്കുക. വളരെ ലൈറ്റ് ആയിട്ടുള്ള ഭക്ഷണം കഴിവതും കഴിക്കുക. വിയർക്കുന്ന സാഹചര്യം കൂടുതലായതുകൊണ്ട് തന്നെ കൂടുതൽ വെള്ളം കുടിക്കണം. നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കണം. ഡീഹൈഡ്രേഷൻ ഉണ്ടാവുന്നതാണ് പല പ്രശ്നങ്ങളുടെയും ഒരു കാരണമായിട്ട് വരാറുള്ളത്. ഒരു പക്ഷേ യൂറിനറി ഇൻഫെക്ഷനിലേക്കോ അല്ലെങ്കിൽ ഈവൻ നമ്മുടെ സിസ്റ്റങ്ങൾക്കൊക്കെ തകരാറ് ഉണ്ടാക്കാൻ സഹായിക്കുന്നതാണത്. അതുകൊണ്ട് ദയവ് ചെയ്ത് എല്ലാവരും വെള്ളം കുടിക്കുക കേട്ടോ, നന്നായിട്ട്. ഇപ്പൊ ആയുർവേദത്തിലെ ഗുളുച്യാദി കഷായം എന്ന് പറഞ്ഞിട്ടൊരു മെഡിസിൻ ഉണ്ട്. അത് പൊതുവിൽ അതിന്റെ സൂക്ഷ്മചൂർണം, അതായത് നാനോ പാർട്ടിക്കിൾസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾ അത് വാങ്ങിച്ചിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരീരം ഒന്ന് തണുക്കാൻ നല്ലതാണത്. അതുപോലെ പുറമെ ഭയങ്കര ഉഷ്ണം ഫീൽ ചെയ്യുന്നവർക്കാണെങ്കിൽ പിണ്ടതൈലം എന്ന് പറഞ്ഞിട്ടൊരു എണ്ണയുണ്ട് ആയുർവേദത്തിൽ. ഈ എണ്ണ വെച്ചിട്ട് ശരീരത്തിൽ തേച്ച് മസാജ് ചെയ്ത് 10-20 മിനിറ്റ് നിന്നിട്ട് കുളിക്കുന്നത് നല്ലതാണ്. സോപ്പ് വെച്ചിട്ട് വാഷ് ഓഫ് ചെയ്ത് കളയുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ശരീരം തണുക്കാൻ നല്ലതാണ്. അതുപോലെ ചന്ദനാദി തൈലം തലയിൽ തേച്ച് കുളിക്കുന്നതും നല്ലതാണ്. തല തണുക്കാനും നല്ലതാണ്. അപ്പൊ മൊത്തത്തിൽ ഇങ്ങനെയുള്ള പ്രിക്കോഷണറി മെഷേഴ്സ് ഒക്കെ നമ്മൾ അഡോപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുറമേ ഉള്ള ചൂടിനെ ഒരു പരിധി വരെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് എനിക്ക് നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് മെൻഷൻ ചെയ്യാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ മറ്റെന്തെങ്കിലും വിഷയമായി വരുന്നത് വരെ ടാറ്റാ, ബൈ ബൈ, സീ യു.